ബിഹാറിൽ നടന്നത് വോട്ട് കൊള്ളയെന്ന് കോൺഗ്രസ്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുണ്ടായ തരംഗത്തിൽ പോലും ഇല്ലാത്ത ഏകപക്ഷീയ ഫലമാണ് ബിഹാറിൽ ഉണ്ടായത്. ബിജെപിയുടെ വിജയനിരക്ക് 90% മേലെയാണ്. തെളിവുകൾ ഉടൻ പുറത്തുവിടുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗം പരാജയം വിലയിരുത്തി. ആർക്കും വിശ്വസിക്കാവുന്ന റിസൾട്ട് അല്ല ബിഹാറിൽ വന്നിരിക്കുന്നത്. ബിഹാറിലെ ജനങ്ങളത് വിശ്വസിക്കുന്നില്ല, പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കുന്നില്ല, മറ്റു രാഷ്ട്രീയ പാർട്ടികളും അലയൻസ് പാർട്ടിയിലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ നിയമപരമായിട്ട് ഞങ്ങൾ പോരാടുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഡിസൈനോട് നിങ്ങൾ നോക്കിയാൽ അറിയാം. ആ റിസൾട്ട് ഒന്ന് ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്താൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. ഇനി JDU എപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്ക് മാറിക്കളഞ്ഞാൽ അവർക്ക് പോലും ഗവൺമെൻറ് ഉണ്ടാക്കാൻ അവിടെ പറ്റില്ല. മനസ്സിലായില്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ JDU ഇങ്ങോട്ട് മാറി, JDU RJDയും കോൺഗ്രസും F2 എല്ലാം കൂടെ കൂടിയാലും ഗവൺമെൻറ് ഉണ്ടാക്കാൻ പാടില്ലാത്ത വണ്ണമുള്ള ഡിസൈൻഡ് ഇലക്ഷൻ റിസൾട്ടാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് ക്ലിയർ മാനിപ്പുലേഷനാണ്, സംശയമില്ല. ഈ തോൽക്കുമ്പോൾ പറയുന്ന കാര്യമല്ല. ഇന്ത്യൻ ജനാധിപത്യം അപകടകരമായ സ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ്, അതീവ ഗുരുതരമായ സ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ്. ജനങ്ങൾ വോട്ട് ചെയ്താൽ ആ വോട്ട് റിഫ്ലക്റ്റ് ചെയ്യാത്ത റിസൾട്ടിലേക്ക് പോവുകയാണ്. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമ നടപടികളും അതോടൊപ്പം തുടർ പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതേസമയം നിതീഷ് കുമാർ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടത്താനാണ് ഇന്ത്യയിൽ ആലോചന നടക്കുന്നത്. കിരൺ ബാബു ചേരുന്ന ന്യൂസ് ഡെസ്കിൽ നിന്നും. കിരൺ, വോട്ട് കൊള്ളയാണ് ബിഹാറിൽ നടന്നത് എന്ന് പറയുക മാത്രമല്ല, അതിന് തെളിവുണ്ട് തങ്ങളുടെ കയ്യിലെന്ന് പറയുകയാണ് കോൺഗ്രസ്. അതെ, അതീവ ഗുരുതരമായ ആരോപണം തന്നെയാണ് പരാജയത്തിന് ശേഷവും കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ക്ലിയർ മാനിപ്പുലേഷൻ എന്നാണ് പറയുന്നത്. അവിടെ ഈ തരത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി അത്തരത്തിലേക്ക് ഒരു മാനിപ്പുലേഷൻ BJPയോ അല്ലെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോ നടത്തി എന്ന് തന്നെയാണ് KC വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നത്. ഇന്ന് രാവിലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പ്രത്യേക ഉന്നതതല യോഗം ചേർന്നിരുന്നു. യോഗത്തിൽ വെച്ച് തന്നെ രാഹുൽ ഗാന്ധി, തേജസ്വി യാദവുമായും ദീപാങ്കർ ഭട്ടാചാര്യ അടക്കമുള്ള അവിടുത്തെ ഘടകകക്ഷി മഹാഗഠബന്ധനിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായും സംസാരിച്ചിരുന്നു. അവരെല്ലാവരും ഒരേ അഭിപ്രായമാണ് പറയുന്നത്. ഇത് ജനങ്ങളുടെ ചെയ്ത വോട്ടല്ല അവിടെ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്, അത് റിസൾട്ട് നോക്കിയാൽ കൃത്യമായി തന്നെ മനസ്സിലാവും എന്നാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നുള്ള അതീവ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. തെളിവുകൾ എടുത്ത് ആ തെളിവുകളുമായി കൃത്യമായി കോടതിയിലേക്ക് പോവും, ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളുമായി തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. ഹരിയാനയിലടക്കം 17 കേസുകൾ നിലനിൽക്കുന്നു എന്നുള്ള കാര്യവും KC വേണുഗോപാൽ ചൂണ്ടിക്കാണിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് എങ്ങനെയാണോ വോട്ടുചോരി ആരോപണം ഉന്നയിച്ചത്, അതേ വോട്ടുചോരി തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷവും കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്തായാലും ഒരു നിയമ പോരാട്ടത്തിലേക്കും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു തുടർ പ്രക്ഷോഭത്തിലേക്കും പ്രതിഷേധത്തിലേക്കും ഒക്കെ നീങ്ങാൻ സാധ്യതയുള്ള ഒരു ആരോപണം തന്നെയാണ് KC വേണുഗോപാൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ശരി, കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് പാർട്ടി പിളരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് അജണ്ടകളാണ് പാർട്ടിക്കുള്ളിൽ നടപ്പാക്കുന്നത്. ഇതിൽ അസ്വസ്ഥരായ ഒരു വിഭാഗം കോൺഗ്രസിനുള്ളിൽ വളർന്നു വരുന്നുണ്ടെന്നും മോദി പറഞ്ഞു. ബിഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. आज कांग्रेस मुस्लिम लीगी माओवादी कांग्रेस यानी MMC बन गई है और कांग्रेस का पूरा एजेंडा अब इसी पर चलता है और इसलिए अब कांग्रेस के भीतर भी एक अलग धड़ा पैदा हो रहा है जो इस नेगेटिव पॉलिटिक्स से असहज है। जो कांग्रेस के नामदार हैं, ये जिस रास्ते पर कांग्रेस को लेकर चल रहे हैं, इसके प्रति घोर निराशा, घोर नाराजगी अंदर ही अंदर पनप रही है और मुझे तो आशंका है, हो सकता है कि आगे कांग्रेस का एक और बड़ा विभाजन हो। कांग्रेस के जो सहयोगी दल हैं वो भी समझने लगे हैं कि कांग्रेस अपनी नेगेटिव पॉलिटिक्स में सबको एक साथ डुबो रही है। और आपको याद होगा, इसीलिए ही तो मैंने बिहार चुनाव के दौरान भी कहा था कि कांग्रेस के नामदार तालाब में डुबकी लगाकर बिहार चुनाव में खुद डूबने और दूसरों को डुबेने की प्रैक्टिस कर रहे हैं।
मैंने पहले भी इसी मंच से कांग्रेस के सहयोगियों को चेताया था। मैंने कहा था कि कांग्रेस एक लायबिलिटी है, कांग्रेस एक ऐसी परजीवी है जो अपने सहयोगियों के वोट बैंक को निगलकर अपनी वापसी करना चाहती है। इसलिए कांग्रेस से सावधान रहने की जरूरत उसके सहयोगियों को भी है। ബീഹാറിലെ കനത്ത പരാജയത്തിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന ശശി തരൂരിന്റെ പ്രതികരണത്തിൽ നേതാക്കൾക്ക് അതൃപ്തി. പ്രവർത്തക സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആവശ്യം. തന്നെ പ്രചരണത്തിന് ക്ഷണിച്ചിരുന്നില്ല എന്നും പ്രചരണത്തിൽ നേരിട്ട് പങ്കാളികളായവർ കാരണങ്ങൾ വിശദീകരിക്കണമെന്നുമായിരുന്നു തരൂരിന്റെ പ്രതികരണം. I'm sure that the party has a responsibility to study in detail the causes. But remember, we were not the senior partner in the alliance, and that RJD also has to look carefully at its own performance. But I will say that on a matter like this, it's very important that we look at the totality of our performance. You know, elections are about a number of factors. There is, of course, the popular mood. There is the question of organizational strengths and weaknesses. There is the question of the messaging. A lot of issues which will have to be looked at and to see what went right, what went wrong.